രാവിലെ തന്നെ പട്ട് ചന്തയ്ക്ക് പോയതുപോലെ കുളിച്ചൊരുങ്ങി വർക്ക്ഷോപ്പിലെന്നും പറഞ്ഞ് പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ച വരെ സമയമുണ്ട് ഇന്ന് ഒരുങ്ങാനായിട്ട്. ഒന്ന് വിശദമായിട്ട് ഒരുങ്ങിയിട്ട് പോവാം. എൻ്റെ മുടിയുടെ സ്വഭാവം വളരെ നല്ലതായതുകൊണ്ട് നമുക്കതിനെ ക്ലിപ്പൊക്കെ വെച്ചൊന്ന് ഒതുക്കി വെക്കാം. ഒരെണ്ണം ഒന്നും തികയാത്തതുകൊണ്ട് ഓരോ സൈഡിലും രണ്ടെണ്ണം വീതം കയറ്റി വെച്ച് ഞാൻ അതിനെ കാളക്കൊമ്പ് കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സൺസ്ക്രീൻ വാരി പൊത്താം. ഞാൻ ആദ്യമേ തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് പോയത്, എന്നാലും കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഉറക്കമൊക്കെ വളരെ നല്ലതായതുകൊണ്ട് കണ്ണൊക്കെ ദിഗംബരനെ കണക്കായി. അപ്പോൾ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കൂടുതൽ പിഗ്മെൻറ്റേഷൻ ഉള്ളത് ഇന്നർ കോർണറിലാണ്. അപ്പോൾ രണ്ട് കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ ഞാൻ ഓറഞ്ച് കറക്റ്റ് വെച്ച് കളക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു 2 ഷെയ്ഡ് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ബാക്കി ഔട്ടർ കോർണറിലേക്കും കൂടി കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 കണ്ണിലും. ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെടിപ്പായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ദിഗംബരനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് താഴെ മാത്രമല്ല മുകളിൽ നമ്മൾ കുറച്ച് വാരിപ്പൊത്തി അത്യാവശ്യം ഒന്ന് മൂടി മറക്കേണ്ടതായിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റാകാൻ സമയം കൊടുക്കുക. എന്നിട്ടൊരു കോമ്പാക്റ്റ് എടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ലൂസ് പൗഡർ ആണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ കോമ്പാക്റ്റാണ് എടുത്ത് വയ്ക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കൺസീലർ. എൻ്റെ ഷെയ്ഡിലുള്ളത് ഞാൻ വാരി പൊത്തി കൊടുക്കുന്നുണ്ട്. ഇതില്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. എന്നിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 കണ്ണും. അപ്പോൾ നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്ത് മൊത്തം അങ്ങ് തുടച്ച് കളയാം. വീണ്ടും കുറച്ച് കോമ്പാക്റ്റ് എടുത്ത് അതിനെല്ലാം പൊത്തി ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ കലാവിരുത് ഐ ഷാഡോ. അപ്പോൾ ഞാനിപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമായ റസ്റ്റി ഓറഞ്ച് എടുത്ത് എൻ്റെ ഔട്ടർ കോർണറിലേക്കൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാലും നമ്മളതിനെ ബ്ലെൻഡ് ചെയ്ത് ഇല്ലാണ്ടാക്കണം, എന്നാലേ എൻ്റെ മനസ്സിനൊരു സുഖം വരത്തുള്ളൂ. ഇനി കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്ത് ഞാൻ എൻ്റെ ഇന്നർ കോർണറിലേക്കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു മോണോക്രോമാറ്റിക് ലുക്കാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഒത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പുറത്തെ കണ്ണിൽ ഞാൻ ആ സെയിം പരിപാടി തന്നെ ചെയ്യുന്നുണ്ട്. വിചാരിച്ചതിൻ്റെ അത്ര ഓളമായിട്ടില്ല, ഏകദേശമൊക്കെ ഒത്തിട്ടുണ്ട്. ഇതെൻ്റെ പുതിയ ഇറക്കുമതിയാണ്. ഇന്നർ കോർണറിൽ ഒരു പ്രത്യേകതരം ഷെയ്ഡ് എടുത്ത് ഞാൻ പൊത്തി കൊടുക്കുന്നുണ്ട്. ഷെയ്ഡിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ഇനി കുറച്ച് തിളക്കത്തിന് വേണ്ടിയിട്ട് ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്ത് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നടുവിൽ വെച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പുറം ഇപ്പുറം ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് 2 കണ്ണിലും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നർ കോർണറിലോട്ടും കുറച്ച് ഷിമ്മർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണിന് കളറൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അതികഠിനമായ ഐലൈനർ വരയ്ക്കൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. എനിക്കിത് വരയ്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. ആകെ അറിയാവുന്നതൊരു വാലിടാനാണ്. അപ്പുറം 2 വാലിട്ട് കൊടുത്തിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ അതിനെ കൂട്ടി യോജിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ സ്ട്രോപ്പ് ക്രീം ഇട്ടിട്ടില്ല, ചുമ്മയല്ല തിളക്കം കിട്ടാത്ത. ഞാൻ കുറച്ച് സ്ട്രോപ്പ് ക്രീം എടുത്ത് ഞാൻ അങ്ങും ഇങ്ങുമൊക്കെ വാരി തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ബ്ലഷ് ഇടൽ. ഞാൻ ബ്ലഷ് എടുത്തിട്ട് ജോക്കറിനെ പോലെ കവിളിലും മൂക്കിലുമായിട്ട് 3 കുത്തങ്ങോട്ടിടും. എന്നിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യാനാണ് കേട്ടോ പതിവ്. ഈ ബ്ലഷ് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാനൊരു പിങ്ക് ബ്ലഷ് മാസിൽ നിന്ന് ഓർഡർ ചെയ്താണ്. വന്നതൊരു ഫ്ലൂറസെൻ്റ് പിങ്കാണ്. അപ്പോൾ ഇത് ഇച്ചിരിയേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അളവൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കർണക്കുറ്റിക്ക് ആരെങ്കിലും അടിച്ച് തണുക്കൊക്കെ ഇരിക്കും. ഹൈലി പിഗ്മെൻറ്റഡും ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടിട്ട് ഞാനതിനെ കഷ്ടപ്പെട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. കണ്ടോ, നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മസ്കാരയ്ക്ക് മുന്നേ ലാഷ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ കേൾ ചെയ്ത് കൊടുത്താൽ മസ്കാര ഇടുമ്പോൾ നല്ല വിടർന്നങ്ങിരിക്കും. ഇനി നമുക്ക് കുറേ മസ്കാര വരെയും ഇടാം. കുറേ മസ്കാര ഇടുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ നല്ല വിടർന്നങ്ങിരിക്കും. 2 കണ്ണിൽ നല്ലോണം ഞാൻ മസ്കാര വരി ഇടുന്നുണ്ട്. ഇനി കണ്ണ് കുറച്ചും കൂടെ വിടർന്നിരിക്കാൻ വേണ്ടി ഞാൻ താഴെയും മസ്കാര ഇടുന്നുണ്ട്. അപ്പോൾ താഴത്തെ ലാഷിലും കൂടെ 2 കണ്ണിലും കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. താഴെ ഞാൻ കുറച്ച് ഇടത്തുള്ളൂ കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും കാണാനായിട്ട്. ഇനി ഞാൻ ഒരു ഇയർബഡ്സ് എടുത്തിട്ട് അവിടെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് എക്സസ് ഒക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട്. കണ്ണൊക്കെ എഴുതിയപ്പോഴത്തേക്ക് അവിടെയൊക്കെ എന്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ അധികം അങ്ങനെ ചെയ്യാത്തൊരു പരിപാടിയാണ് കേട്ടോ. ഞാൻ ത്രെഡ് ചെയ്യാറില്ല പൊതുവേ. പിന്നെ പുരുകത്തിന് ഭയങ്കര കട്ടിയായതുകൊണ്ട് അത് വരച്ച് വെച്ചാലോ ഷേപ്പ് ചെയ്താലോ കുഞ്ഞു പിള്ളേർക്ക് കരി വരച്ച് കണക്കിരിക്കും. ഞാനൊരു ഇച്ചിരി കോർണറിൽ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിനൊന്ന് ഷേപ്പാക്കി വെക്കാം. പിന്നെ ഐബ്രോ ഷേപ്പ് അല്ലാത്തതുകൊണ്ട് ഭംഗി ഒട്ടും കുറയണ്ട. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു നല്ല തിളക്കമായിരിക്കും ചെയ്ത് കഴിയുമ്പോൾ. ഞാൻ ഈ ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്ററാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. 100 രൂപയേ ഉള്ളൂ, പക്ഷേ വേർത്ത് ഇറ്റ്. അപ്പോൾ ഇത് നമ്മൾ ചീക്കിലും നോസിലും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോർഹെഡ്, നോസ്, ചീക്ക്, ക്യൂപ്പിഡ് ബോ ഇവിടെയൊക്കെയാണ് ഞാൻ സാധാരണയായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് മേക്കപ്പ് ഫിക്സർ അടിക്കാം. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, മാനസികമായിട്ട് നല്ലപോലെ തയ്യാറായതിന് ശേഷം മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ പൊതുവെ. അപ്പം നമ്മുടെ ഫുൾ മേക്കപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, സുന്ദരിയായി ഞാൻ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.